വനിതാ ദിനത്തിൻ്റെ ഇനാഗ്രേഷൻ ഞാൻ ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങളെല്ലാം കാണാനും ഒരുപാട് സന്തോഷമുണ്ട്. വനിതാ ദിനത്തിന് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് അമ്മയുടെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും നമ്മൾ വീണ്ടും കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, അതുമല്ലാതെ ഞാൻ ചെന്നൈയിലാണ് ജീവിക്കുന്നത്. ഒരുപാട് തമിഴ് സംസാരിക്കും, ഇവിടെ വരുമ്പോൾ മലയാളം. അപ്പോൾ ഈ രണ്ടും കലന്ന് വരുന്നെന്ന് എന്നെ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് അത്ര പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. വനിതാ ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊല്ലത്തിൽ ഒരു ദിവസം നമുക്ക് ഒരു കൊടുത്തിരിക്കുന്ന വലിയൊരു കാര്യമല്ലേ. ബാക്കിയെല്ലാം പുരുഷന്മാരുടെ ദിവസങ്ങളല്ലേ. ഒരു ദിവസം വനിതാ ദിവസം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ആരോ ചോദിച്ചു പുരുഷന്മാർക്കൊരു ദിവസമില്ലേ എന്ന്. അവർക്ക് എല്ലാ ദിവസവും പുരുഷന്മാരുടെ ദിവസം, നമുക്ക് പാവങ്ങൾ ഒറ്റ ദിവസമല്ലേ ഉള്ളൂ വനിതാ ദിവസം. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഞാനവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് വന്ന് എന്നോട് പറഞ്ഞു, എന്നെ എല്ലാ ചെക്കപ്പും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവർ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആർട്ടിസ്റ്റ് ആയാലും അവർക്ക് അവരുടെ ഫാമിലി, അവരുടെ വീട്, അവരെ അരി മേടിക്കണം, വീട്ടിലൊരു പ്രായമുള്ളവരുണ്ടാവും, അവരെ നോക്കണം. പിന്നെ എത്രയോ ജോലികൾ ഒരു പെണ്ണിനുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെത്താനെ ചെക്കപ്പ് ചെയ്യാനായിട്ടോ തനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കാനായിട്ടൊന്നും അവർക്ക് സമയം കിട്ടില്ല. എന്തെങ്കിലും ഒരു രോഗം വന്നാലേ അവർ പോകത്തുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. ഇങ്ങനെയൊരു ദിവസം വാസ്തവത്തിൽ സത്യത്തിൽ പറയാണ്, അമ്മ നിങ്ങൾക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് എല്ലാവരും യൂസ് ചെയ്യണം. ഇങ്ങനെ എനിക്ക് തമിഴ്നാട്ടിലും ഞാൻ അവിടെ നടികർ സംഘമുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ദിവസം അവർ ആരും ചെയ്തിട്ടില്ല പെണ്ണുങ്ങൾക്ക് വേണ്ടി. ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് മലയാള ചലച്ചിത്ര പരിഷത്ത് ഒരെണ്ണം തുടങ്ങിയത്. അമ്മയ്ക്കൊക്കെ മുമ്പ് ഒരു കാലത്ത്. അതിൽ നസീർ സാറായിരുന്നു പ്രസിഡൻറ്റ്, ഞാനായിരുന്നു ട്രഷറർ. ഞങ്ങളുടെ വീട് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്താണ്. നസീർ സാറിൻ്റെ വീട് അപ്പുറത്താണെങ്കിൽ ഇപ്പുറത്താണ്. ഇപ്പോഴും കൂടെ ഇവിടെ അമ്മയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അന്നത്തെ ഒരു ഓഫീസ് ബോയായിരുന്നു. അവിടെ ഒരു ചെറിയ പയ്യനായിരുന്നു. അപ്പോൾ ചെക്കിൽ എന്തെങ്കിലും കാശ് അടിക്കണമെങ്കിൽ ആദ്യം പോയി നസീർ സാറിൻ്റെ അടുത്ത് പോയി കൈയെഴുത്ത് മേടിച്ചുകൊണ്ട് വരും. പിന്നെ ട്രഷറല്ലേ ഞാൻ, എൻ്റെ അടുത്ത് വന്ന് കൈയെഴുത്ത് മേടിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നാടകങ്ങൾ നടത്തി. ഞാൻ, സത്യൻ സാറ്, മധു സാറ്, കൊട്ടാരക്കര ശ്രീനായർ സാറ്, ഇവർ ഞങ്ങളെല്ലാവരും അന്നത്തെ എല്ലാ വലിയ ആർട്ടിസ്റ്റ് എല്ലാവരും പോയി പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ നാടകം നടത്തി. ചെന്നൈയിൽ കണ്ണായ സ്ഥലത്ത് 6 ഗ്രൗണ്ട് ഞങ്ങൾ മേടിച്ചു. 6 ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 5.5 സെൻറ്റാണ്. അപ്പോൾ 6 ഗ്രൗണ്ടുള്ളൊരു സ്ഥലം ഞങ്ങൾ മേടിച്ചു. ഏറ്റവും ടി നഗറിലാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ അതിന് ആദ്യം ഒരു ചെറിയൊരു ഓലക്കുടിലായിരുന്നു ഞങ്ങളുടെ അമ്മ എന്നുള്ളതുപോലെ. അന്നത്തെ മലയാള ചലച്ചിത്ര പരിഷത്ത് ഒരു ഓലക്കുടിലായിരുന്നു. മഴ വന്നാൽ ഞങ്ങൾ കുറേ കല്ലുകൾ ചെങ്കലിങ്ങനെ എടുത്ത് വെച്ച് ചാടി വേണം അതിൻ്റെ അകത്ത് പോകാനായിട്ട്. അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലം ഞങ്ങൾ പിന്നെ വലിയൊരു കെട്ടിടമായിട്ട് കെട്ടി. അതിപ്പോഴും ഉണ്ട്, നല്ല രീതിയിൽ അതിപ്പോഴും നടക്കുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ വന്ന് പാവപ്പെട്ടവർക്കും പഠിത്തത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രഷറായിട്ട് ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ കാലത്തിന് മുമ്പ് ഞാൻ പടം ഡയറക്റ്റ് ചെയ്തു, യക്ഷഗാനം എന്നുള്ളൊരു പടം. ഈ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയാണെന്നറിയോ? കുറേ പടത്തിൽ അഭിനയിച്ച് ബോറടിക്കുമ്പോൾ അങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റ് ഡയറക്ഷൻ ചെയ്യാനായിട്ട് വരുന്നത്. മനസ്സിലായോ? കുറേ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ പുതിയതായിട്ട്. എന്താ അഭിനയിച്ച് എല്ലാ റോളും അഭിനയിച്ച് കഴിഞ്ഞു, നമുക്കൊന്ന് വേറെ ഒരു പടമൊന്ന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയാലും പെണ്ണായാലും വരുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിന് ശേഷം ഞാൻ ശിഖരങ്ങൾ എന്നൊരു പടം എടുത്തു. അതും നല്ലതായിട്ട് ഓടി. അന്നൊക്കെ ആണും പെണ്ണും നല്ലതായിട്ട് നല്ല കഥയാണെങ്കിൽ നല്ലതായിട്ട് ഓടിയ പടങ്ങളൊക്കെ ഞങ്ങൾ പോയി 50 ദിവസം ഓടി എന്ന് പറഞ്ഞൊക്കെ വലിയ കാര്യമാണ്. ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോയി ഞങ്ങൾ ഫങ്ഷനൊക്കെ നടത്തി. അതിനുശേഷം ടെലിഫിലിം ഒരെണ്ണം ചെയ്തു. ജയഭാരതി ആയിരുന്നു നായിക, അതും ടെലിഫിലിമായിരുന്നു. അങ്ങനെ 3 പടം ഞാൻ ഡയറക്റ്റ് ചെയ്തു. ഞാൻ തന്നെ സ്റ്റോറി എഴുതി, ഞാൻ തന്നെ
സ്ക്രീൻ പ്ലേ ഒക്കെ ഞാൻ തന്നെ എഴുതി. പക്ഷേ ഡയലോഗ്സും പാട്ടൊക്കെ ഭാസ്കരൻ മാസ്റ്ററും വയലാർ സാറൊക്കെ ആയിരുന്നു എഴുതിയത്. പക്ഷേ ഞാൻ പറയുന്നത് അതിന് ശേഷം വനിതകളായിട്ട് എന്തുകൊണ്ട് കുറേ നടികൾ വന്ന് കുറേ ആർട്ടിസ്റ്റ് വന്ന് ഡയറക്ടർ ആവാതിരിക്കുന്നത്? പെണ്ണുങ്ങളുടെ ഡയറക്ഷൻ വളരെ കുറവാണല്ലോ. ആർട്ടിസ്റ്റ് വേണ്ട, പെണ്ണുങ്ങളുടെ ഡയറക്ഷനിൽ വളരെ കുറവായിട്ടേ കാണുന്നുള്ളൂ. എത്ര കാലത്തിന് ശേഷം എത്ര പേര് വരണം, എത്ര കഴിവുള്ളവരാണ് കുക്കുവൊക്കെ. അവരൊക്കെ ഒരു വലിയ ഡയറക്ടറാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ അവരൊക്കെ പിന്നെ ഒന്നും അതിനെപ്പറ്റി ഒന്നും കണ്ടില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഒന്നാണ് ഞാൻ കേരളത്തോട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ മീഡിയക്കാരുണ്ടല്ലോ, മീഡിയ ആൾക്കാർ, അവരെല്ലാം വന്നിട്ട് എന്നോട് വരും, എല്ലാം കൂടി വരും കേട്ടോ. ഞാൻ ഏത് ഹോട്ടൽ താമസിക്കുന്നു, ഒരു 5-6 പേര് വരും. വന്നിട്ട് ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇനി ഒരാൾ ചോദിക്കാൻ പാടില്ലല്ലോ, വേറെ ചോദ്യമായിട്ട് ചോദിക്കണം. പക്ഷേ എല്ലാവരും കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാൻ വന്നപ്പോൾ ചോദിച്ചത് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളത് എന്താണെന്നറിയോ? ആർട്ടിസ്റ്റ് വന്ന് അധികം കാശ് മേടിക്കാൻ പാടില്ല, ആർട്ടിസ്റ്റ് വന്ന് പടം എടുക്കാൻ പാടില്ല എന്നൊക്കെ. ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ ഫീൽഡിലേ ഇല്ല, ഞാൻ വേറെയാണല്ലോ. എന്നാലും നിങ്ങളിവിടെ കുറേ കാലം നിന്നതല്ലേ, ഒരു കാര്യം പറ. ഞാൻ പറഞ്ഞു നിങ്ങളെന്തരാ റോൾസ് റോയ്സ് കാറിലും ബെൻസിൽ പോകാൻ ആശിക്കുന്നത്? നിങ്ങൾ വന്ന് ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ പോയിക്കോളൂ. ബെൻസ് കാർ നിങ്ങളെ വിളിച്ചോ? വന്ന് കയറിക്കോ എന്ന് വിളിച്ചില്ലല്ലോ. അത് കാരണം നിങ്ങൾ വലിയ വലിയ ആൾക്കാർ എന്തിനാ പോകുന്നു? സാധാരണ നിങ്ങളുടെ കഥ നല്ലതാണെങ്കിൽ, നിങ്ങളുടെ സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ നിങ്ങൾ ചെറിയ പടങ്ങൾ എടുക്കുമോ? എന്തിനാ വലിയ വലിയ പടങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചു. കറക്റ്റാണോ ഞാൻ പറഞ്ഞത്? കറക്റ്റാണോ? ആരും കൈയടിക്കുന്നില്ല. അപ്പം നിങ്ങൾക്കൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റ് പടം എടുക്കണമെന്നല്ലേ? പിന്നെ അവർ ചോദിച്ചത് ആർട്ടിസ്റ്റുമാർ പടം എടുക്കാൻ പാടില്ലെന്ന്. ഞാൻ പറയട്ടെ, 15 കൊല്ലത്തിന് മുമ്പ് ഒരാൾ ഹീറോ ആയിട്ട് അഭിനയിച്ചു, 2-3 പടത്തിൽ അഭിനയിച്ചു. അയാൾ പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പോൾ ഒന്നുമില്ല, അയാൾക്കൊന്നുമില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് അയാൾക്ക് കുറച്ച് പണം വീതിച്ച് കിട്ടിയോ, കടം കിട്ടിയോ, എവിടെ നിന്നോ കാശ് കിട്ടി. അയാൾ വന്നൊരു പടം എടുക്കാൻ പാടില്ലേ? അതിലെന്താ പ്രശ്നം? അയാൾ പടം എടുക്കാതെ വേറെ ഒരാളുടെ പേരിൽ എടുക്കണം, അയാളുടെ പേരിൽ എന്താ പ്രശ്നം? ഇത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, 2-3 പേര് വിളിച്ച് നിങ്ങൾക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ എതിർത്ത് പറയേണ്ടത് ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭാവി എന്താവും? ഞാൻ പറയും ഷീലയ്ക്ക് ഭാവിയോ? ഇനി എന്ത് ഭാവി എനിക്ക്? ധൈര്യമായിട്ട് പറയാൻ എനിക്ക് എല്ലാ തകുതിയുണ്ട്. അത് കാരണം ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. പിന്നെ എനിക്ക് പെയിൻറ്റിങ് എന്നുള്ളത് ഒരു ഹരമാണ്. അഭിനയിക്കാൻ വന്നത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, കാശിന് വേണ്ടിയാണ് അഭിനയിക്കാൻ വന്നത്. പക്ഷേ ചിത്രം വരപ്പെന്ന് പറയുന്നത് എൻ്റെ ഒരു ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തതാണ്. ചെറുപ്പം മുതലേ എനിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു 10 വയസ്സും പ്രായം മുതലേ എനിക്ക് തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു എക്സിബിഷൻ വന്ന് ഇവിടെ ലീ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് നടത്തി. ഇവിടെ ഒരു പ്രളയം വന്നില്ല, നമ്മുടെ കേരളത്തിൽ ഭയങ്കര പ്രശ്നം വന്നപ്പോൾ അതിൽ കുറേ കാശുണ്ടാക്കി ഞാൻ വന്ന് നമ്മുടെ CMൻ്റെ കയ്യിൽ കൊടുത്തു. രണ്ടാമത്തെ ഒരു എക്സിബിഷൻ US വെച്ച് ഞാൻ നടത്തി. അത് എൻ്റെ സ്വന്തം ചിലവിൽ എനിക്കായിട്ട് ഞാൻ എടുത്തു. ഇപ്പോൾ വന്ന് കാലിക്കറ്റിൽ വെച്ച് ഏപ്രിൽ 3-ാം തീയതി ഞാനൊരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. അത് വന്ന് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാണ്. കേരളത്തിൽ ഒരുപാട്, അതെന്താണെന്നറിയില്ല, കേരളത്തിൽ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി അവർക്ക് കൊടുക്കാനുള്ള ചാരിറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും വരണം, അവിടെ വരണം എന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങളെല്ലാം വരണം എന്നുള്ളതും. ഇനിയും കാണാം നമുക്ക്. അമ്മയിൽ ഞാൻ വന്ന് കാണുമല്ലോ, നിങ്ങളെല്ലാം കാണാം. സന്തോഷമുണ്ട് കേട്ടോ, വളരെ സന്തോഷം.